പെങ്ങന്മാരെ, കൂട്ടുകാരെ, ഞാൻ നൽകും പല തരത്തിലുള്ള വരദാനങ്ങൾ. ഞാൻ വരം തരുമ്പോൾ ആളുകൾ എന്താകും? എന്നോട് ഇത് പറയൂ, ഇതെന്താണ്? ഇതിൽ എന്താ വെക്കുക? അച്ചാർ. വേറെന്താ വെക്കുക? ഉപ്പ്. ഭരണിയിൽ എന്തെങ്കിലും വെച്ചാൽ അത് ഇരട്ടിയാകുമോ? പക്ഷേ ചിലർ വിചാരിക്കുന്നത് ഭരണിയിൽ എന്തെങ്കിലും വെച്ചാലേ അത് ഇരട്ടിയാകും. എന്താ അത് പോസിബിൾ ആണോ? ഇതിനെ സംബന്ധിച്ച ചില കഥകൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം, കേൾപ്പിക്കാം, കാണിച്ചു തരാം. നിങ്ങൾക്കത് ഇഷ്ടപ്പെടും. അപ്പൊ നമുക്ക് കഥ തുടങ്ങാം. അതിനെന്താ ചെയ്യേണ്ടത്? ശബ്ദം ഉയർത്തി സംസാരിക്കേ. എടോ, ഇദ്ദേഹം പറയുന്നു, സ്മാർട്ട് ലോകത്ത് ചിന്തിക്കൂ സ്മാർട്ട്, സ്വപ്നം പറക്കട്ടെ, സ്വപ്നം പറക്കട്ടെ. സ്മാർട്ട് ലോകത്ത് ചിന്തിക്കൂ സ്മാർട്ട്, സ്വപ്നം പറക്കട്ടെ, സ്വപ്നം പറക്കട്ടെ. ഇതാ നിന്റെ ചോക്ലേറ്റ്. താങ്ക് യു അമ്മേ. അമ്മേ, ബർത്ത്ഡേക്ക് എനിക്കൊരു ഗിഫ്റ്റ് തരൂ. പുതിയൊരു സൈക്കിൾ എനിക്ക് കൊണ്ടുതരൂ. ഓഹോ, ക്യാഷ് ഷോർട്ട് ആണ്. ഇനി കൂടുതൽ സേവിംഗ് ചെയ്യാം, കൂടുതൽ സമ്പാദിക്കാം. നിന്റെ സൈക്കിൾ നമുക്ക് നെക്സ്റ്റ് ബർത്ത്ഡേക്ക് വാങ്ങിക്കാം. ഭരണിയിൽ പണം ലോക്കായി പോയി, മോളുടെ സ്വപ്നം ബ്ലോക്കായി പോയി. മണി ലോക്ക് ചെയ്യാതെ വെക്കൂ, സ്വപ്നങ്ങൾക്ക് പുതിയ ലോകം നൽകൂ. അമ്മേ, സ്കൂൾ പിക്നിക്കിന് പ്ലാൻ ആണ് സെറ്റ്. 2000 രൂപ തരാൻ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ്. ആ മോളെ, സോറി മോളെ, ഇപ്പോഴും പൈസ കുറവാണ്. പക്ഷെ ഡോണ്ട് വറി, നമുക്ക് കടം വാങ്ങിക്കാം. മണി ഭരണിയിൽ ലോക്ക് ചെയ്യലേ, സ്വപ്നങ്ങൾക്ക് നൽകൂ പുതിയ ലോകം. യെസ് യെസ് യെസ്. കോളേജ് പഠനമായി കംപ്ലീറ്റ്, ഇന്റർവ്യൂ കഴിഞ്ഞെത്തി, ഫീലിംഗ് അപ്ബീറ്റ്. ജോബ് എനിക്ക് ഡെഫിനറ്റ്ലി കിട്ടും. എല്ലാ പ്രശ്നങ്ങളും അകന്നു പോകും. എനിക്ക് കിട്ടിപ്പോയി കിട്ടിപ്പോയി കിട്ടിപ്പോയി, എനിക്ക് കിട്ടിപ്പോയി കിട്ടിപ്പോയി കിട്ടിപ്പോയി, എനിക്ക് എന്ത് കിട്ടി? ജോലി. എനിക്ക് കിട്ടിപ്പോയി കിട്ടിപ്പോയി കിട്ടിപ്പോയി, എനിക്ക് കിട്ടിപ്പോയി കിട്ടിപ്പോയി കിട്ടിപ്പോയി, എനിക്ക്. അമ്മേ, ഇതാ വന്നു എന്റെ ഫസ്റ്റ് സാലറി. എല്ലാവർക്കും കൊടുക്കൂ, ധാരാളം മിഠായി. അമ്മേ, സേവിങ്സിനെ ഭരണിയിൽ വെക്കല്ലേ. സ്വപ്നങ്ങളുടെ ഗ്രോത്ത് മുരടിച്ചു പോവും. ഭരണി എന്നും പണം സൂക്ഷിച്ചു വെച്ചിരുന്നു. അതിൽ നിന്ന് എല്ലാ എക്സ്പെൻസസും നടത്തിയിരുന്നു. ബട്ട് വൈ ഡോണ്ട് യു ലൈക്ക് പഴയ രീതികൾ? നമ്മൾ പൂർവികരിൽ നിന്നും പഠിച്ചത്. ഒരു വശത്ത് അമ്മയുടെ തിങ്കിങ്, മറുവശത്ത് മകളുടെ വിഷൻ. ഇനി നോക്കാം ഏതാകും ശരിയായ ഡിസിഷൻ, ശരിയായ ഡിസിഷൻ. ഞാൻ പണം മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ചു. വീടിനായി പുതിയ സ്വപ്നങ്ങൾ ഒരുക്കി. SIP-യിൽ കുറച്ചു കുറച്ചായി പണമിട്ടു. ഇത്തവണ അമ്മയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കണം. ഇതായിരുന്നു എന്റെ സ്വപ്നം. ഇപ്പോൾ സ്വന്തമാകും എന്റെ സ്വന്തം വീട്. അമ്മേ, നമ്മുടെ വീടോ? അതെ അമ്മേ. ഇത് എങ്ങനെ സാധിച്ചു മോളെ? ഭരണിയിൽ നിന്നും പണത്തെ സ്വതന്ത്രമാക്കി മ്യൂച്വൽ ഫണ്ടിൽ ബുദ്ധിപൂർവം നിക്ഷേപിച്ചു. ബുദ്ധിപൂർവം നീ പ്രവർത്തിച്ചു. ലോകത്തിൽ എനിക്ക് പേര് നേടിത്തന്നു. മണി ലോക്ക് ചെയ്യാതെ വെക്കൂ, സ്വപ്നങ്ങൾക്ക് പുതിയ ലോകം നൽകൂ. സ്വപ്നം പറക്കട്ടെ, 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 സ്വപ്നം പറക്കട്ടെ.
മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ വിപണിയിലെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. ബന്ധപ്പെട്ട രേഖകൾ ശ്രദ്ധാപൂർവം വായിക്കുക.